ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ദർ ആർ 3 ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ്, സെക്കൻഡ് വൺ ഫിക്സ്ഡ് പ്രൈസ് വിത്ത് എക്സ്കലേഷൻ ആൻഡ് ഡി എസ്കലേഷൻ ക്ലോസസ്, ആൻഡ് തേർഡ് വൺ ഇസ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതെല്ലാം ഏതാണ്? ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റാണ്. ഈ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ കോൺട്രാക്റ്റ് ഇസ് എക്സിക്യൂട്ടഡ് വിത്ത് എ ഫിക്സഡ് പ്രൈസ് വിച്ച് ഈസ് അഗ്രീഡ് ബൈ ദി കോൺട്രാക്ടർ ആൻഡ് ദ കോൺട്രാക്റ്റി. മനസ്സിലായല്ലോ? അപ്പം ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ 6 ലക്ഷം രൂപയ്ക്കാണ് ആ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നതെങ്കിൽ കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും കൂടെ അവരൊരു എഗ്രിമെൻറ്റിൽ എത്തുക ചെയ്യുക 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ അതാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്ടർ ഇസ് പെയ്ഡ് ദി ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് പ്ലസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്? കോൺട്രാക്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റിൻ്റെ കൂടെ ഇപ്പം ഒരു സാധനം ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷത്തിൻ്റെ ഒരു 10% പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 20% പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അതായത് ദ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ദ കോൺട്രാക്ട് പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ആഡിങ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ to overcome with the problem of fixing the contract price caused due to nature of contract, അല്ലെങ്കിൽ duration of completion of contract, uncertainty of material, ചേഞ്ച് ഇൻ ദ പ്രൈസ് ലെവൽ, ന്യൂ ടെക്നോളജി എക്സെട്ര. നമ്മൾ എപ്പോഴും ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെക്കുന്നത് ഈ ഉദ്ദേശത്തോടൊക്കെ കൂടി ഇതൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇസ് മോസ്റ്റ്ലി ഫോളോഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യൽ ആർട്ടിക്കിൾസ് നോട്ട് യൂഷ്വലി മാനുഫാക്ചേർഡ്, urgent repairs of vehicles, roads, bridges, etc. അപ്പോൾ ജനറലി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അഗ്രിമെൻറ്റ് ആസ് ടു the items of expenditure to be included in the actual cost and the percentage of profit to be added to the actual cost. അപ്പോൾ ഈ പ്ലസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എപ്പോഴും ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിലാണ് എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് ആഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ കോൺട്രാക്റ്റിക്ക് ഒരു റൈറ്റ് ഉണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ കോസ്റ്റ് ആക്ച്വലി ഇൻകേർഡ്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആർ ജനറലി എൻറ്റേർഡ് ഇൻ ടു ഫോർ എക്സിക്യൂട്ടിംഗ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് യൂഷ്വലി ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിന് സർട്ടൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ടു ദ കോൺട്രാക്ടർ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനൊരു സർട്ടൻ പെർസെൻറ്റേജ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നുണ്ട്. ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഓവർകം അൺഅവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കോൺട്രാക്റ്റ് ഡിലേ വരികയാണെങ്കിൽ അത് നികത്തുക എന്നുള്ള, ആ നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ദർ ഇസ് നോ റിസ്ക് ഓഫ് ലോസ്. അതേപോലെ കോൺട്രാക്ടർ നോസ് വെൽ ഇൻ അഡ്വാൻസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഹി വിൽ ഗെറ്റ്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഫുൾ വെയർ പ്രോബബിൾ കോസ്റ്റ് കനോട്ട് ബി പ്രിഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. ചിലതിൻ്റെ കോസ്റ്റ് ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഇസ് ബെനിഫിഷ്യൽ ടു ദി കോൺട്രാക്ടർ. ഓക്കെ. അപ്പോൾ ജനറലി പ്രൊവൈഡ്സ് എസ്കലേഷൻ ക്ലോസ്, അതായത് ദിസ് പ്രൊട്ടക്ട് ദ കോൺട്രാക്ടർ ഫ്രം ഇൻകറിങ് ലോസസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ, ലേബർ എക്സെട്ര. ഇനി കോൺട്രാക്റ്റിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് വിൽ ഓൾസോ, അതായത് ഹി വിൽ നോട്ട് സഫർ ഫ്രം റിസ്ക് ഓഫ് ലോസ്. അതേമാതിരി ദ പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ കോസ്റ്റ്. അതുമാതിരി ക്വാളിറ്റി ഓഫ് വർക്ക് ഡസ് നോട്ട് സഫർ. എല്ലാം കോൺട്രാക്റ്റി ക്യാൻ എൻഷുർ എ റീസണബിൾ പ്രൈസ് ഓഫ് ദി കോൺട്രാക്ട് ബൈ ബീങ് എൻറ്റൈറ്റിൽ ടു വെരിഫൈ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സെട്ര. അപ്പോൾ ഈ മെത്തേഡിൽ കോൺട്രാക്റ്റിക്ക് ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഹി ഹാസ് ദ റൈറ്റ് ടു, എന്താ പറയുക, എന്തിനുള്ള റൈറ്റാണ് ഉള്ളത്? ടു ഇൻസ്പെക്ട് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ കോസ്റ്റ് ആക്ച്വലി ഇൻകേർഡ്.
ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ടർക്ക് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസാണ് വരുന്നതെന്ന് വെച്ചാൽ ദ കോൺട്രാക്ടർ വുഡ് നോട്ട് ഗെറ്റ് എക്സ്ട്രാ പ്രോഫിറ്റ് അറൈസിങ് ഓൺ ഫേവറബിൾ മാർക്കറ്റ് പ്രൈസസ്. ചില കോൺട്രാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ, അപ്പം മെറ്റീരിയൽസ് കുറയുകയാണെങ്കിൽ നമുക്ക് അത്ര കണ്ട് ലാഭം കൂടും ഒരു കോൺട്രാക്ടർക്ക്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക അഡ്വാൻറ്റേജസ് അതൊന്നും കിട്ടില്ല കോൺട്രാക്ടർക്ക്. പിന്നെ ഇഫ് ദ കോസ്റ്റ് ഇസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു എഫിഷ്യൻസി ഓഫ് ദി കോൺട്രാക്ടർ ഹിസ് പ്രോഫിറ്റ് ഇസ് ഓൾസോ റെഡ്യൂസ്ഡ്. അതായത് കറക്റ്റായിട്ട് കോസ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോൺട്രാക്ടറാണ് കോസ്റ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഒക്കെ ഇടുന്നതെങ്കിൽ അത് അയാളുടെ പ്രോഫിറ്റ് അത്ര കണ്ട് കുറയും. ദിസ് ഇസ് ബിക്കോസ് ദ പ്രോഫിറ്റ് ഇസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദി പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ട് മേ അറൈസ് ഇൻ റിഗാർഡ് ടു അസർടൈൻമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ഡിസഡ്വാൻറ്റേജസ് ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റി ഹാസ് ടു പേ മോർ ഫോർ ദ ഇൻഎഫിഷ്യൻസി. അതായത് ഇപ്പോൾ കോൺട്രാക്ടർ അത്ര ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ അയാൾ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കോസ്റ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റിക്ക് നഷ്ടമാണ്. അതേപോലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി കോൺട്രാക്ട് കനോട്ട് ബി അസർടൈൻഡ് ഇൻ അഡ്വാൻസ്. ദെൻ ദർ ഇസ് എ ചാൻസ് ഓഫ് മിസ്യൂസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ബൈ ദി കോൺട്രാക്ടർ. ഓക്കെ, മനസ്സിലായോ ഈ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത്? അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് വരാറുണ്ട്, എന്താണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയും. ഫിക്സഡ് കോസ്റ്റിൽ തന്നെ എസ്കലേഷൻ ക്ലോസ് വരുന്നതുകൊണ്ട് ഡി എസ്കലേഷൻ ക്ലോസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ക്ലോസ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ കോൺട്രാക്ട് ടു കവർ അപ്പ് any increase in the price of contract due to increase in the prices of raw material or labor or change in the utilization of എന്താ പറയുക ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സെട്ര. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മെറ്റീരിയലിൻ്റെ വില കൂടുകയാണെങ്കിൽ ആദ്യം ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫിക്സഡ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു ക്ലോസ് വെക്കുക ചെയ്യുക. ഇപ്പം മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇത്രയാണെങ്കിൽ 6 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയെന്ന് പറഞ്ഞെങ്ങാണ്ട് ഒരു എക്സ്കലേഷൻ ക്ലോസ് വെക്കും. ഇപ്പോൾ ലേബർ ചാർജ് കൂടുകയാണെങ്കിലോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുകയാണെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദ കോൺട്രാക്ടർ ഫ്രം ഇൻകറിങ് ലോസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് മെറ്റീരിയൽ ലേബർ എക്സെട്ര. അപ്പോൾ ഈ എക്സ്കലേഷൻ ക്ലോസ് ഉണ്ടാവുന്ന സമയത്ത് ദ കോൺട്രാക്റ്റി വിൽ കോമ്പൻസേറ്റ് ദ കോൺട്രാക്ടർ ഫോർ ഇൻക്രീസിങ് പ്രൈസ് ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്. അപ്പോൾ ഇത്ര ആ ക്ലോസിൽ പറയും ഇത്ര ലിമിറ്റിൽ കൂടുതലാവുകയാണെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് കൂടുതലായി മാറും. അപ്പോൾ ആ സമയത്ത് കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം, കോൺട്രാക്ടർക്ക് കോമ്പൻസേറ്റ് ചെയ്തോളാം. അതായത് എസ്കലേഷൻ ക്ലോസ് പ്രൊവൈഡ്സ് ഫോർ ഇൻക്രീസ് ഇൻ ദ കോൺട്രാക്ട് പ്രൈസ് ഇഫ് ദ പ്രൈസസ് ഓഫ് സ്പെസിഫൈഡ് ഇൻപുട്സ് ഇൻക്രീസ്. ഇനി ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ it is a clause which is provided in the contract to reduce the price of the contract in the event of prices of materials etc. going down beyond a percentage. അപ്പം എസ്കലേഷൻ ക്ലോസിൽ പറയുന്നത് ഇപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഒരു പരിധിയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും, കോൺട്രാക്റ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നേരെ മറിച്ച് ഡി എസ്കലേഷൻ ക്ലോസിൽ പറയുന്നത് ഇപ്പോൾ മെറ്റീരിയൽ പ്രൈസസ് ഒക്കെ കുറയാനും സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ കുറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് കോൺട്രാക്റ്റിൻ്റെ പ്രൈസും എന്താക്കിക്കൂടാ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ദസ് ദ കോൺട്രാക്റ്റ് വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു റിബേറ്റ് ഇൻ കണ്ടീഷൻസ് ഓഫ് fall in prices of materials, labor etc. ക്ലിയർ ആണോ? അപ്പം എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ കോൺട്രാക്ട്സ് ടു കവർ അപ്പ് എനി ലൈക്ലി ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓർ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. An escalation clause safeguard the interest of the contractor by upward revision of the contract price. De-escalation clause എന്ന് പറയുന്നത് it may be interested to look after the interest of the contract by providing downward revision of the contract price. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.